നമുക്കിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പം എനിക്ക് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ 2 മക്കളെ റെഡിയാക്കി വിടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് റെഡി ആവാനുള്ള സമയം കിട്ടൂല. എൻ്റെത് കഴിഞ്ഞിട്ട് അവരെ റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ അവരെ മാറ്റാണ്ട് ഞാൻ കൊണ്ടുപോകേണ്ടി വരും. കാരണം എൻ്റെത് കഴിയാറില്ല ആ സമയത്തിന്. അപ്പം പിന്നെ അവരെ മാറ്റി കൊടുക്കാൻ എനിക്ക് നേരം കിട്ടൂല. അപ്പോൾ ആദ്യം അവരെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. വാ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ആത്തിമിനെ ഇട്ടോ റെഡിയാക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആമിതിനെ റെഡിയാക്കി കൊടുത്തത്. അവർക്ക് പിന്നെ കാര്യമായിട്ട് റെഡി ആവാനൊന്നുമില്ലല്ലോ. ഒരു ഷർട്ടും പാൻറ്റും ഇട്ടു, ഹെയറും സെറ്റാക്കി. അങ്ങനെ രണ്ടാളും താഴെ പോയിട്ടുണ്ട് റെഡി ആയിട്ട്. പിന്നെ ടാബിലോ ടി വിയിലോ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അവരൊക്കെ റെഡിയാക്കി ഞാൻ താഴേക്ക് വിട്ടു. പിന്നെ അടുത്തത് ഞാനാണല്ലോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം തന്നെ ലിപ്പൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും പറയാനൊന്നുമില്ല. ലിപ്പൊന്ന് റെഡിയാക്കും, കണ്ണൊന്ന് റെഡിയാക്കും, ഇത്ര തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആക്സറീസും. അപ്പോൾ ലിപ്പൊക്കെ ലൈൻ ചെയ്ത് കൊടുത്ത് ഈ ഒരു 2 ലിപ്സ്റ്റിക്കും കൂടെ മിക്സപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മളെ മേബലൈൻ്റെ ഒരു ലിപ് ടിൻ്റ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഞാൻ കാഷ്വൽ വെയർ ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മേബലൈൻ്റെ ഈ ഒരു ടിൻ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് ഒറ്റക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. 2 കണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. താഴെ മേലെയും ഒക്കെ ഞാൻ കണ്ണ് എഴുതൂട്ടാ. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. താഴെ എഴുതാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മേലെയും കൂടെ എഴുതണം. താഴെ മാത്രം എഴുതുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ മറന്നു. പിന്നെ മസ്കാര ഇട്ട് ഐലൈനറൊക്കെ ഇട്ട ശേഷം ഐ ഷാഡോ ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, കംഫർട്ടല്ല. പിന്നെ ഈ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. കാഷ്വൽ വെയറിൻ്റെ കൂടെ പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് നമ്മളെ കമ്മൽ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ളൊരു കമ്മലാണ്. പിന്നെ ഇത് നമ്മളൊരു കയ്യിൽ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മാഗ്നറ്റ് ടൈപ്പാണ് കേട്ടോ നമ്മളിത് ലോക്കാക്കുന്നത്. പിന്നെ നമ്മൾ 2 മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ. മറ്റേ കയ്യിൽ ഞാൻ മോതിരമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വാച്ച് മാത്രം കിട്ടിയാൽ മതിയല്ലോ എന്നും കരുതിയിട്ട്. അപ്പം ഇത്രയാണ് കേട്ടോ ഈ ഒരു കയ്യിൽ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് അവസാനമായിട്ട് നമ്മളുടെ വാച്ചും കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മൊത്തത്തിലുള്ള ലുക്കൊന്ന് കാണിച്ചു തരണ്ടേ. അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം, ഷെയർ ചെയ്തോളാം, കമൻറ്റ് ചെയ്തോളാം, എല്ലാതും ചെയ്തോളാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ.